ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇന്ന് നടക്കാൻ പോണത്. ആരും ഇന്നത്തെ വിഷ് ചെയ്തിട്ടൊന്നുമില്ല. എന്താണാവോ, ഷിൻജാൻ പോലും വിഷ് ചെയ്തിട്ടില്ല. ഷിൻജാൻ എവിടെ? ഷിൻജാനെയും കാണാനില്ലല്ലോ. ഷിൻജാനെ, എടാ ഷിൻജാനെ, എന്നെ കാണാനില്ലല്ലോ. ഷിൻജാൻ എങ്ങോട്ടാണോ പോയി? നമുക്ക് ഷിൻജാനെ വിളിച്ചോണ്ട് വരാം. ഷിൻജാന് വല്ലതും ഓർമ്മ കിട്ടുന്നത്. ആ ഫ്രാങ്ക്ലിനോ? അല്ല, ജാക്കണ്ണോ? ഞാൻ പെട്ടെന്ന് ഫ്രാങ്ക്ലിൻ എന്നാണ് പറഞ്ഞത്. ആ അതെന്തെങ്കിലും ആവട്ടെ. ഇന്നത്തെ ദിവസത്തിന് വല്ല പ്രത്യേകത ഉണ്ടോ ഷിൻജാന്? അതെന്താ ജാക്കണ്ണ, ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? നിനക്ക് ഓർമ്മയില്ല? എനിക്കൊന്നും ഓർമ്മയില്ല. ഇന്നത്തെ ദിവസം എന്താ? ഇന്ന് ശനിയാഴ്ചയാണ്, അല്ലാതെ പിന്നെ എന്താ ഉള്ളത്? അപ്പം നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ നമുക്ക് ഫെലിക്സിനോട് ചോദിച്ചു നോക്കാം. എടാ ഫെലിക്സേ, നിനക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മ ഉണ്ടോ? എടാ ജാക്കേ, ഇന്നത്തെ ദിവസം എന്താ? ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് വേറെ പ്രത്യേകത ഒന്നുമില്ല. അപ്പം നിനക്ക് ഓർമ്മയില്ലേ? ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായല്ലോ. അപ്പോൾ ആർക്കും ഓർമ്മയില്ലല്ലോ. ഞാൻ പോവുക, എന്താ ചെയ്യുക? ഇവിടെ ആരും എന്നെ വിഷ് ചെയ്യണ പോലുമില്ല. നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് പോവാം. 5 minutes later. അങ്ങനെ ജാക്കണ്ണൻ പോയി. ഇന്ന് ജാക്കണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജാക്കണ്ണനെ അറിയാം, പക്ഷെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞെടുത്തു. ജാക്കണ്ണനെ ഒന്ന് പ്രാങ്ക് ചെയ്തു. നമുക്ക് ജാക്കണ്ണൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയാം. അപ്പം നമുക്കേ രാജുവേട്ടനോട് ചോദിച്ചു നോക്കാം, ഫെലിക്സിനോട് ചോദിച്ചു നോക്കാം. ഇന്ന് ജാക്കണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇന്ന് എന്താ ഗിഫ്റ്റ് വാങ്ങണമെന്ന് ചോദിച്ചു നോക്കാം. ഫെലിക്സ് അണ്ണാ എന്താ ഷിൻജാനെ? ഫെലിക്സ് അണ്ണ ഒന്നിങ്ങ് വന്നേ. ഇന്ന് ജാക്കണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒന്ന് ജാക്കണ്ണന് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ? അത് പറഞ്ഞിട്ട് ഷിൻജാനെ, ജാക്ക് നമുക്കൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു. ജാക്കണ്ണന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഫെലിക്സ് അണ്ണ, നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഗിഫ്റ്റ് പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ തീരുമാനിക്കാൻ നമുക്ക് കുറച്ച് ആൾക്കാരെ വിളിക്കണം. എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണ്ട്. ആടാ ഷിൻജാനെ, നീ നിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു. ഇവിടെ ഇപ്പോൾ മറ്റേ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവ് 3Dയിലെ ഫ്രാങ്ക്ലിൻ ഉണ്ട്, പിന്നെ പിഞ്ചാനുണ്ട്, പിന്നെ നോബിത ഉണ്ട്, പിന്നെ ആരുമില്ല. ഈ മൂന്നാളെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. നമുക്കേ എന്തപ്പോൾ ജാക്കണ്ണന് ഗിഫ്റ്റ് കൊടുക്കുക? എടാ ഷിൻജാനെ, നമുക്ക് ജാക്കണ്ണന് ഇപ്പം എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുക? എടാ നോക്കിയതാ, നമുക്ക് ജാക്കണ്ണന് ഒരു കാർ വാങ്ങി കൊടുത്താലോ? ഇവിടെ പിന്നെ പുതിയ കാറൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഷിൻജാനെ ഇവിടെ ലംബോർഗിനി കാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എടാ നോക്കിയതാ, നമുക്ക് ആ ലംബോർഗിനി കാർക്ക് വിലയൊക്കെ ചോദിച്ചു നോക്കിയാലോ? വായോ, നമുക്ക് വില ചോദിച്ചു നോക്കാം. ജാക്കണ്ണൻ്റെ വണ്ടി ഇവിടെ കിടക്കണ്ടേ, ഈ താരെടുത്തിട്ട് നമുക്ക് പോവാം. ജാക്കണ്ണൻ പിന്നെ വേറെ വണ്ടി എടുത്തിട്ടാണ് പോയേക്കണേ. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്ത് അങ്ങ് പോവാം. എടാ വായോ, നമുക്ക് എല്ലാവർക്കും ഇവിടെ പോവാം. നിങ്ങളെന്താ കാട്ടണേ? വന്ന് വണ്ടി കയറ്, തരികിട കളിക്കാതെ. നോക്കിയതാ, വേഗം വണ്ടി കയറ്. പിഞ്ചാനെ വണ്ടി കയറ്. എടാ ഷിൻജാനെ, നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയോ? അതെന്ത് ചോദ്യടാ പിഞ്ചാനെ? എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം. ജാക്കണ്ണയ്ക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ എത്ര സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കണേ. അയ്യോ എടാ ഷിൻജാനെ, നിനക്ക് നേരെ വണ്ടി ഓടിക്കാൻ അറിയില്ലേ? അതൊന്നുമില്ലടാ നോബിത, ചെറിയൊരു മിസ്റ്റേക്ക്. നമ്മുടെ ഷോറൂം പിന്നെ ഇവിടെ അടുത്താണേ, അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പടച്ച് പോവാം. ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയാണ് ഷോറൂം. നമുക്കിപ്പോൾ വണ്ടി ഇവിടെ നിർത്താം. നമുക്ക് ഷോറൂമിൽ നല്ല കാറുകളുണ്ട് നോക്കാം. എന്തായാലും ജാക്കണ്ണൻ്റെ സൂപ്പർ കാർ വേണം. സൂപ്പർ കാറില്ലാതൊരു കളിയില്ല ജാക്കണ്ണന്. ഒരു സൂപ്പർ കാർ വാങ്ങിക്കൊടുക്കണം. വായോ ഫ്രണ്ട്സ്, വായോ, നമുക്കപ്പോൾ ജാക്കണ്ണന് ഗിഫ്റ്റ് പരിപാടികൾ തുടങ്ങാം. ഷോറൂമിൽ പിന്നെ മാനേജറൊന്നുമില്ല. നമുക്ക് ഇവിടെ സ്കാനർ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതിൽ നമുക്ക് പൈസ അയച്ചു കൊടുക്കാം. ഇവിടെ പിന്നെ കറക്റ്റ് ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ ആരോ ഡെലിവറിക്ക് വെച്ചെടുക്കുക, ഇത് പിന്നെ എടുക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ എത്ര വണ്ടികളുണ്ട് നോക്കാം. ഇതൊക്കെ ബൈക്കാണ്. ഇവിടെ ബൊലേറോ, താറ്,
കൺവെർട്ടബിൾ താറുണ്ട്, GTR ഉണ്ട്, ഈ ഫെറാറി ഉണ്ട്, പിന്നെ ഈ ലംബോർഗിനി ഉണ്ട്. എടാ പിഞ്ചാനെ നമുക്ക് ഈ ലംബോർഗിനി എടുത്താലോ? എടാ ഷിഞ്ചാനെ നമുക്ക് ഈ ലംബോർഗിനി എടുക്കാം. നിങ്ങളെന്താ അവിടെ എടുക്കണേ? നമുക്ക് ഈ ലംബോർഗിനി എടുക്കാം. എൻ്റെ അടുത്ത് പൈസ ഉണ്ടോടാ ഷിഞ്ചാനെ? എടാ നോബിത, എൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ട്. ഞാൻ ജാക്കണിൻ്റെ പിറന്നാളിന് വേണ്ടി കൂട്ടിച്ച് ഇത്തിരി പൈസ ഉണ്ട്, ഒരു 3 കോടി രൂപ. എടാ ഈ വണ്ടിക്ക് എത്ര വില നോക്കാം. ഇവിടെ പിന്നെ വിലയൊക്കെ എഴുതി കാണിക്കണ്ടേ. 4 കോടിയാ? എടാ നോബിത, ഈ വണ്ടിക്ക് 4 കോടി ഉണ്ട്, എൻ്റെ അടുത്ത് 3 കോടിയേ ഉള്ളൂ. എടാ ഷിഞ്ചാനെ നീ അതൊന്നും വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം പൈസ പിരിക്കാം. അങ്ങനെയാണോ? എന്നാൽ ശരി, നമുക്ക് എല്ലാവർക്കും പൈസ പിരിക്കാം. ഞാൻ 3 പിടിക്കാം, 3 കോടി പിടിക്കാം, പിന്നെ നിങ്ങൾ ഓരോ കോടി വെച്ച് തരാം. ഓരോ കോടിയല്ല, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ തന്നാൽ മതി. താങ്ക് യു നോബിത, ഈ ഐഡിയ പറഞ്ഞു തന്നെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടോ? എടാ ഷിഞ്ചാനെ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. എത്ര വേണം? ഒരു 50 ലക്ഷം തരുമോ? 50 ലക്ഷമോ? 50 ലക്ഷം തരാം. ഫെലിക്സ് ചേട്ടാ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടോ? എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. നോബിയുടെ അടുത്ത് ഉണ്ടോ? എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അടുത്തൊരു 50 ലക്ഷം കൂടി ഉണ്ട്. ആ 50 ലക്ഷം തന്നാൽ മതി. അപ്പോൾ 1 കോടി സെറ്റായി. അപ്പോൾ നമുക്ക് 3 കോടി പ്ലസ് 1 കോടി 4 കോടിയിട്ട് ഈ വണ്ടി വാങ്ങാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി അങ്ങ് വാങ്ങാം. നമുക്ക് ഷോറൂമിൻ്റെ ബാക്കിലാണ് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ഉള്ളത്. നമുക്ക് വണ്ടി പോയിട്ട് ഡെലിവറി എടുക്കാം. അതിനു മുമ്പേ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഡെയിലി ഇനി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി എടുക്കാം. പക്ഷെ എൻ്റെ മോനെ, എടാ നോബിത അവിടെ നോക്കിയേ, നമ്മുടെ ലംബോർഗിനി ഉണ്ടോ? എടാ ഷിഞ്ചാനെ ഇത് കൊള്ളാലോ, ഇത് സൂപ്പറായിട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ലംബോർഗിനി അവൻ്റേഡർ. പിന്നെ സൂപ്പർ കാറാണേ, ഇതിന് നല്ല സ്പീഡാണ്. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. ജാക്കണ്ണൻ്റെ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാം. ജാക്കണ്ണൻ പിന്നെ എങ്ങോട്ടാ പോയേക്കാണേ, ജാക്കണ്ണൻ പിന്നെ തെറ്റിപ്പോയേക്കുക. ഫ്രാങ്ക്ലിൻ ചേട്ടാ കയറി. ഇന്ന് വൈകാതെ തന്നെ സിറ്റിക്ക് പോകേണ്ടതല്ലേ? ആടെ സിഞ്ചാനെ എനിക്കിന്ന് വൈകാതെ തന്നെ സിറ്റിയിൽ പോകണം. അതൊക്കെ പിന്നെ മിഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണോ? നമുക്ക് വേഗം നമ്മുടെ വണ്ടി എടുത്ത് പോവാം. എടാ സിഞ്ചാനെ നീ എന്താ കാട്ടണത്? പുതിയ വണ്ടി എടുത്ത് ഇരിക്കുകയോ? ഈ വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പോലും വരില്ലടാ പിഞ്ചാനെ. ഈ വണ്ടിക്കെല്ലാം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ബുള്ളറ്റ് പ്രൂഫും ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തേക്കണത്. ഗൈസ് അപ്പോൾ നമ്മളെ വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ഈ വണ്ടി ഈ വീട്ടിൽ പോയിട്ട് ഈ വണ്ടി അങ്ങ് എടുക്കാം. ഈ വണ്ടി പിന്നെ ഇടിച്ചാലും ഒരു കുഴപ്പം വരില്ല, എവിടെ പോയി ഇടിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കപ്പോൾ വീട്ടിലേക്ക് പോവാം. ജാക്കണ്ണന് പിന്നെ ഈ ലംബോർഗിനി കാറുകളൊക്കെ നല്ല ഇഷ്ടമാണ്. ജാക്കണ്ണൻ കുറേ ആഗ്രഹിച്ചതാണ് ഈ ലംബോർഗിനിയൊക്കെ വാങ്ങാൻ. പക്ഷെ നമ്മൾ സാധിച്ചെടുക്കും. ജാക്കണ്ണന് നമുക്ക് സാധിച്ചെടുക്കും. എടാ റോക്കി, നീ ഇത് കണ്ടോ? ഞങ്ങൾ പുതിയ കാറ് വാങ്ങി. എടാ ഷിഞ്ചാനെ നീ പുതിയ കാറ് വാങ്ങിയോ? ഇതാർക്കില്ല, ജാക്കിൻ്റെ ബർത്ത്ഡേ അല്ലേ? എടാ റോക്കിയെ ഇന്ന് ജാക്കണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ? അപ്പോൾ ജാക്കണ്ണന് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെയാണോ? എന്നാൽ ശരി, ജാക്കണ്ണന് ഗിഫ്റ്റ് കൊടുത്തോ. ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി ഗ്യാരേജിക്ക് പാർക്ക് ചെയ്യാം. ഗ്യാരേജിക്ക് പാർക്ക് ചെയ്താൽ പിന്നെ ജാക്കണ്ണൻ കാണില്ലേ? ജാക്കണ്ണൻ പിന്നെ ഗ്യാരേജിലല്ല വണ്ടി നിർത്തുക. നമുക്ക് പതുക്കെ വണ്ടി നിർത്താം. ഇവിടെ നിർത്താം. നമുക്കപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. 5 minutes later. ഇവിടെ ഇപ്പം എന്ത് ചെയ്യാനാ? ഞാനിപ്പോൾ അതിനൊക്കെ പോയി വന്നു. എന്ത് പറയാനാ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആർക്കും ഓർമ്മയില്ല. വണ്ടിയൊക്കെ കേടുന്നു. വണ്ടി അവിടെ സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് അവിടെ കിടക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീടെത്തി. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം കിടക്കാം. എൻ്റെ ബെഡ്റൂം പിന്നെ മേലെയാണേ. പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം ഗെയിം കളിക്കാം. ഗൈസ് ഒരു മിനിറ്റ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ പിഞ്ചാനെ, നോബിത, ഇവിടെ ഇന്ത്യ ഫ്രാങ്ക്ലിനൊക്കെ ഉണ്ടല്ലോ. എടാ ഫ്രാങ്ക്ലിനെ മച്ചാനെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എന്താ ഇപ്പോൾ ഇവിടെ?
ഒന്നുമില്ലട ഫ്രാങ്ക്ലിനെ, ഒന്നുകൂടെ വന്നതാ. ജാക്കണ്ണ ഹാപ്പി ബർത്ത്ഡേ. എടാ ജാക്കേ, ഹാപ്പി ബർത്ത്ഡേ. ജാക്കേ ഹാപ്പി ബർത്ത്ഡേ. ജാക്കണ്ണ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പം എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ അറിയാലേ, മറച്ചു വെച്ചതല്ലേ. ജാക്കണ്ണ, നിങ്ങളപ്പുറത്ത് ആ ടെന്നീസ് കോർട്ടിൽ പോയേക്ക്, ഒരു കാര്യം കാണാം. ടെന്നീസ് കോർട്ടല്ലല്ലോ, മറ്റേ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗം അവിടേക്ക് പോയേക്ക്, ഒരു കാര്യം കാണാം. അതെന്താ ഷിൻചാനെ, ഞാൻ അങ്ങനെ ചോദിച്ചേ. അവിടെ ഇപ്പം എന്താ ഉള്ളത്? നമുക്ക് ആദ്യം അങ്ങോട്ട് പോയേക്കാം. അവിടെ ഇപ്പം എന്താ ഉള്ളത്? ഒരു മിനിറ്റ്, ഇതെന്താ ഗിഫ്റ്റുകളല്ലേ? ഇത്രയധികം ഗിഫ്റ്റുകളൊക്കെ ഇവർ വാങ്ങിയോ? ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ജാക്കണ്ണ ഗ്യാരേജിലേക്ക് ഒന്ന് പോയൊക്കെ. ഷിൻചാന് ഗ്യാരേജിക്കൊക്കെ പോകാൻ പറയണ്ടല്ലോ, അതെന്തിനാണാവോ? നമുക്ക് ഗ്യാരേജിക്ക് പോയി നോക്കിയോക്കാം. ഗൈസ്, ഗ്യാരേജിൽ ഇപ്പം എന്താ ഉണ്ടാവുക? ഒരു മിനിറ്റ്, ഇതല്ലല്ലോ ലംബോർഗിനി അല്ലേ? ലംബോർഗിനി അവൻ്റെല്ലേ ഇത്? ഇതാരാ വാങ്ങിയേ? എടാ ഷിൻചാനെ, ഇത് നീ പുതിയ കാർ വാങ്ങിയോ? ജാക്കണ്ണ, അത് ജാക്കണ്ണതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രയും നല്ല ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ബർത്ത്ഡേ ഇത്രയ്ക്കും ഭംഗിയാക്കില്ലേ? താങ്ക് യു. ഇതെൻ്റെ ഫേവറേറ്റ് കാറായിരുന്നേ. ഞാൻ ഈ വണ്ടി കുറേ നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു വാങ്ങാൻ. അങ്ങനെ ആഗ്രഹം സാധിച്ചു ഗൈസ്. അപ്പോൾ ഇതുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.